ഹായ്, എല്ലാവർക്കും കലിംഗ ഡിസൈനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു നൈറ്റി ഫ്രോക്ക് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ആണ് കാണിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമുക്ക് ആദ്യം ലെങ്ത്താണ് അടയാളപ്പെടുത്തേണ്ടത്. നമുക്ക് ലെങ്ത്ത് 44 ഇഞ്ചാണ് മൊത്തത്തിലുള്ള ലെങ്ത്ത് വേണ്ടത്. അതായത് 42 ഇഞ്ച് ലെങ്ത്തും അടിയിൽ ഫ്രില്ല് വയ്ക്കാനായിട്ട് 1/2 ഇഞ്ചും 1 ഇഞ്ച് ഷോൾഡർ അടിക്കാനും. അപ്പോൾ നമുക്ക് 42ൻ്റെ കൂടെ 1 ഇഞ്ച്, അങ്ങനെ നമുക്ക് അടി മടക്കി അടിക്കാനായിട്ട് 1 ഇഞ്ച് എക്സ്ട്രാ വിടുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിൽ 44 ഇഞ്ച് വേണം. നമുക്ക് ഷോൾഡർ മുകളിൽ കൂട്ടി അടിക്കാൻ 1/2 ഇഞ്ച്. ഇവിടെ നമ്മൾ ഫ്രില്ലിട്ട് നൈറ്റി ഫ്രോക്ക് ആകുമ്പോൾ അടിയിൽ ഫ്രില്ല് വെക്കണമല്ലോ, ഫ്രില്ലിടാനായിട്ട് ഒരു 1/2 ഇഞ്ച്. അപ്പോൾ അങ്ങനെ 1 ഇഞ്ചും നൈറ്റിയുടെ അടി മടക്കി അടിക്കാനായിട്ട് നമ്മൾ സെപ്പറേറ്റ് 1 ഇഞ്ചും, അങ്ങനെയാണ് 44 ഇഞ്ച് ലെങ്ത്ത് വരുന്നത്. അപ്പോൾ നമ്മളിവിടെ അടയാളപ്പെടുത്തി. ഇതിൻ്റെ ഷോൾഡർ വരുന്നത് 13.5 അപ്പോൾ 6.25 ഷോൾഡർ അടയാളപ്പെടുത്തി. 6.25 ഷോൾഡർ നമ്മൾ മാർക്ക് ചെയ്തു. അതിനുശേഷം കൈക്കുഴി ഒരു 6.5 ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്തത്. 6.5 ഇഞ്ച് മാർക്ക് ചെയ്തു. ശേഷം മുകളിൽ നമ്മൾ 1/2 ഇഞ്ച് മാർക്ക് ചെയ്തു. അത് നമ്മൾ ഷോൾഡർ അടിച്ച് പോകാനുള്ള പീസാണ്. ഷോൾഡർ അടിച്ചു പോകാനായിട്ട് 1/2 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ചെസ്റ്റ് അടയാളപ്പെടുത്തണം. ചെസ്റ്റ് നമുക്ക് കിട്ടിയേക്കുന്നത് 30 ഇഞ്ചാണ്. ചെസ്റ്റ് ശരീരത്തിൻ്റെ അളവിൽ നിന്ന് കിട്ടിയേക്കുന്നത്. അതിൻ്റെ കൂടെ 4 ഇഞ്ച് കൂട്ടണം. അങ്ങനെ 34 ഇഞ്ച്. 34ൻ്റെ 4/1 ഭാഗം 8.5 ഇഞ്ചാണ് വരുന്നത്. അതായത് നമുക്ക് ചെസ്റ്റിൻ്റെ അളവ് കറക്റ്റ് പിടിച്ചിട്ട് നമുക്ക് 30 ഇഞ്ചാണ് കിട്ടിയത് ശരീരത്തിൻ്റെ അളവ്, ശരീരത്തിൽ നിന്നുള്ള അളവ്. അതിൻ്റെ കൂടെ ഒരു 4 ഇഞ്ച് കൂട്ടുമ്പോൾ 34ൻ്റെ 4/1 ഭാഗം. നമ്മൾ തുണി 4ആയിട്ടാണ് മടക്കിയിട്ടേക്കുന്നത്. അതായത് ഈ തുണി നമ്മൾ 4ആയിട്ട് മടക്കിയിട്ടേക്കാണ്. അപ്പോൾ ഇതൊരു നീളമുള്ള തുണിയാണെന്ന് സങ്കല്പിക്കാം. കാരണം ഞാൻ ഇതിന് മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. ബിഗിനേഴ്സ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവാനാണ്. നീളമുള്ളൊരു തുണി ഇതിനെങ്ങനെ 2ആയിട്ട് മടക്കി, നമ്മൾ നെയ്റ്റിക്കാണ് കട്ട് ചെയ്യുന്നത്, 2ആയിട്ട് മടക്കിയിട്ട് വീണ്ടും ഇതിനെങ്ങനെ 4ആയിട്ട് മടക്കണം. ആരെങ്കിലും ബിഗിനേഴ്സ് കാണുന്നുണ്ടെങ്കിൽ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. തുണി ഞാൻ മടക്കിയിട്ട് പോയിരുന്നു, അതുകൊണ്ടാണ് വീണ്ടും അതിനി ഇതാക്കണ്ടല്ലോ നിർത്താൻ. തുണി ഇങ്ങനെ 2ആയിട്ട് മടക്കിയിടുക. അതിനെ വീണ്ടും നമ്മുടെ മുറിയാത്ത വശം നമ്മുടെ ഭാഗത്തേക്ക് തിരിഞ്ഞ് വരാൻ പാകത്തിന്, നമ്മൾ നിൽക്കുന്ന ഭാഗത്തേക്ക് തിരിഞ്ഞിരിക്കാൻ പാകത്തിന് ഇതിങ്ങനെ 4ആയിട്ട് മടക്കിയിട്ടതിന് ശേഷമാണ് നമ്മളോട് ഷോൾഡർ അടയാളപ്പെടുത്തിയത്. അടിയിൽ നിന്ന് മുകളിലോട്ട് ലെങ്ത്ത് എപ്പോഴും അടയാളപ്പെടുത്തുന്നത് നമ്മളിങ്ങനെ വച്ച് കൊടുക്കുക, അടിയിൽ നിന്ന് മുകളിലോട്ട്. അപ്പോൾ ഇവിടെ നമുക്ക് കൈ മാർക്ക് ചെയ്യാനുള്ള പോർഷൻ വേണം. അതിന് വേണ്ടിയിട്ടാണ് അടിയിൽ നിന്ന് മുകളിലോട്ട് മാർക്ക് ചെയ്യുന്നത്. നമുക്ക് 44 ഇഞ്ച് അടിയിൽ നിന്ന് എന്തോരം വേണമെന്ന് വെച്ചാൽ അതങ്ങനെയാണ് മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ കൈ മുറിയാതെ കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ. ഷോൾഡർ അടയാളപ്പെടുത്തി, കൈക്കുഴി 6.5 അടയാളപ്പെടുത്തി. ഇനി നമുക്ക് ചെസ്റ്റ് നമുക്ക് 30 + 4 ഇഞ്ച് 34 ഇഞ്ചാണ് നമ്മൾ എടുത്തേക്കുന്നത്. ലൂസിന് വേണ്ടിയിട്ടാണ് 4 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. 34 ഇഞ്ച്. അതിൻ്റെ പകുതി 17ൻ്റെ പകുതിയും കൂടി കാണണം. 4/1 ഭാഗമല്ലേ കാണുന്നത്, 8.5. അപ്പോൾ ആ 8.5 നമ്മളിവിടെ മാർക്ക് ചെയ്തു. 8.5 മാർക്ക് ചെയ്തു. 1.5 ഇഞ്ച് സീമിൻ്റെ അലവൻസ്. 1.5 1.25 നമ്മുടെ ഇഷ്ടം അനുസരിച്ച്, വീട്ടിലിടാനുള്ള ഡ്രസ്സ് ആയതുകൊണ്ട് 1.25 കൊടുത്താലും മതി. അത് നമ്മുടെ ഇഷ്ടത്തിന് 1.5 1.25 കൊടുക്കാം. ഞാനിപ്പോൾ 1.25 ഒരു പോയിൻറ്റും കൊടുത്തിട്ടുണ്ട്. കാരണം എന്തെങ്കിലും നമുക്ക് കൂട്ടണമെങ്കിലൊക്കെ സീം അലവൻസ് ഉണ്ടെങ്കിലേ നടക്കുകയുള്ളൂ. പിന്നെ ഇവിടെ നിന്ന് നമ്മൾ ഈ 1/2 ഇഞ്ച് ഷോൾഡർ നമ്മൾ അടിക്കാനുള്ള ആ പോയിൻറ്റിൽ നിന്ന് താഴത്തോട്ട് ഷോൾഡറിൻ്റെ ലെങ്ത്ത് നോക്കുമ്പോൾ 6 ഇഞ്ചാണ്. അതിൻ്റെ പകുതി 3 ഇഞ്ചിലൂടെ നമ്മൾ മാർക്ക് ചെയ്തു. അതിനുശേഷം കൈക്കുഴി 1.25 മാർക്ക് ചെയ്തു. 1.25 മാർക്ക് ചെയ്തതിന് ശേഷം നമ്മളിങ്ങനെ അവിടെ നിന്ന് കൈക്കുഴിയിലേക്ക് ജോയിൻ ചെയ്ത് നമ്മുടെ ഈ ചെസ്റ്റിൻ്റെ അടയാളപ്പെടുത്തിയേക്കുന്ന ആ ഭാഗത്തേക്ക് ഇങ്ങനെ കുഴിച്ച് ആ ഭാഗത്തേക്ക് മാർക്ക് ചെയ്തു. ഇനി നമുക്ക് ഷേപ്പിൻ്റെ ലെങ്ത്ത് 13 ഇഞ്ചാണ് കിട്ടിയേക്കുന്നത്. 13 നമ്മൾ മാർക്ക് ചെയ്തു. അപ്പോൾ ഷേപ്പിൻ്റെ വണ്ണം കിട്ടിയേക്കുന്നത് നമുക്ക് 25 ഇഞ്ചാണ്. 25ൻ്റെ കൂടെ +3 ഇഞ്ച് കൂട്ടിയാൽ മതി. ചെസ്റ്റിന് നമ്മൾ 4 ഇഞ്ച്, ശരീരത്തിൻ്റെ ഷേപ്പിൻ്റെ ലെങ്ത്ത് നമ്മൾ എവിടെയാണോ ഷേപ്പ് അവിടെ ഇങ്ങനെ നമ്മൾ ഷേപ്പിൻ്റെ ഇത് എത്രയാണോ
ആ അളവെടുത്തതിന് ശേഷം +3 ഇഞ്ച്, +3 ഇഞ്ചാണ് കൂട്ടേണ്ടത്. അപ്പോൾ നമുക്ക് 25 കിട്ടിയത്. 26, 27, 28. 28ൻ്റെ 4/1 ഭാഗം 7 ഇഞ്ച്. 7 ഇഞ്ചാണ് അടയാളപ്പെടുത്തേണ്ടത്. 1.25 നമ്മൾ മുകളിൽ 1.25 ഒരു പോയിൻ്റാണ്, 1.25 ഒരു പോയിൻറ്റും സീം അലവൻസ് ആയിട്ട് എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളിങ്ങനെ നൈറ്റി ഫ്രോക്കിന് കട്ട് ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് ഒരു 37 ഇഞ്ചിൽ നമ്മൾ മാർക്ക് ചെയ്യാം. ബാക്കി ഫ്രില്ലാണ് വേണ്ടത്. അപ്പോൾ ആ 37 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം എല്ലാ ഭാഗത്തും 37 ഇഞ്ച് മാർക്ക് ചെയ്യാം. മാർക്ക് ചെയ്തതിന് ശേഷം ഫ്രില്ലിനുള്ള ഭാഗം കട്ട് ചെയ്തെടുക്കാണ്. ഇങ്ങനെ മാർക്ക് ചെയ്തതിന് ശേഷം ഫ്രില്ല് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. ഈ ഭാഗം നമ്മൾ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിൻ്റെ ഭാഗത്ത് അടിയിലായിട്ടൊരു പീസും കൂടി ഉണ്ടായിരുന്നു. ഞാനത് നേരത്തെ കട്ട് ചെയ്തെടുത്തായിരുന്നു. ഇങ്ങനെ അടിയിലൊരു പീസും കൂടി ഉണ്ട്. അത് നമ്മൾ നേരത്തെ കട്ട് ചെയ്തെടുത്താണ്. ഈ ഒരു ഭാഗം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 4 പീസ് വേണം ഫ്രില്ലിനായിട്ട്. അപ്പോൾ 2 പീസ് നമ്മൾ കട്ട് ചെയ്ത് നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ ഭാഗം കൂടി കട്ട് ചെയ്തു. അപ്പം അങ്ങനെ 4 പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അടിവശത്തു നിന്ന്. അതിനുശേഷം നമുക്കിങ്ങനെ ഈ സീം അലവൻസ് കൊടുത്ത ഭാഗത്തു നിന്ന് നമുക്കിങ്ങനെ മാർക്ക് ചെയ്ത് ഷേപ്പ് ചെയ്യുന്ന ഭാഗത്തേക്ക് വരാം. അതിനുശേഷം അവിടെ നിന്ന് താഴത്തോട്ട് നമുക്ക് എത്ര വിരിവ് വേണോ അതിൻ്റെ അനുസരിച്ച് നമ്മൾ വിരിവ് ഇത് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ വിരിവും ഞാനിവിടെ ലാസ്റ്റിലേക്ക് എടുത്തിട്ടുണ്ട്. ഇത് ഒരു 6ാം ക്ലാസ് 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെയാണ്. അത്രയും പ്രായമൊക്കെ വരുന്ന ഒരു കൊച്ചിൻ്റെയാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഒരുപാട് ഇവിടെ നിന്നേ ഇങ്ങനെ വിരിച്ച് കൊണ്ടുപോകണ്ട. നമ്മളിങ്ങനെ ഇവിടെ വന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ ഷേപ്പിൻ്റെ അനുസരിച്ചുള്ള വിരിവ് കൊടുത്താൽ മതി. ഞാനിവിടെ വിരിവ് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം താഴത്തുനിന്നൊരു 2.25 ഇഞ്ച് മുകളിലോട്ട് കർവും ഇങ്ങനെ ഇവിടെ ഇങ്ങനെ കർവ് കൊടുത്ത് കട്ട് ചെയ്തെടുക്കണം. തൂങ്ങിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു 2.25 ഇഞ്ച് കർവ് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം വെട്ടിയെടുക്കാം. വെട്ടിയെടുത്തിട്ടുണ്ട്. അടിയിൽ വയ്ക്കാനുള്ള ഫ്രില്ലും. ഇനി നമുക്ക് കൈ വെട്ടിയെടുക്കണം. നമ്മൾ കൈ ഇവിടെ ഇങ്ങനെ മുറിയാത്ത ഭാഗം നമ്മളിങ്ങനെ നമ്മുടെ വശത്തേക്ക് മുറിയാത്ത ഭാഗത്തിൻ്റെ ഇതിങ്ങനെ ഇടാണ്. അതിനുശേഷം നമുക്കൊരു 13-13.5 ഇഞ്ച് കൈ വേണം. അപ്പോൾ നമുക്കിവിടെ ഇറക്കം കിട്ടുന്നത് മാക്സിമം 12 ഇഞ്ചാണ് കിട്ടുള്ളൂ. കാരണം ഇവിടെ ബാലൻസ് നമ്മൾ ഇവിടുന്ന് ഒരു കഷ്ണം ഒരു പീസ് പിടിപ്പിക്കണം. 12 ഇഞ്ച് മാർക്ക് ചെയ്തു. അതിനുശേഷം നമ്മളിവിടെ നിന്നൊരു 3 ഇഞ്ചിൽ കുഴി ഈ കൈക്കുഴി മാർക്ക് ചെയ്യാണ്. അപ്പോൾ അവിടേക്ക് ഒരു 7.25 ഇഞ്ച് മാർക്ക് ചെയ്തു. 1.25
സീം അലവൻസ്. താഴെ നമ്മളൊരു 5 ഇഞ്ച് 1.25 ഇഞ്ച് സീം അലവൻസും കൊടുത്തു. അതിന് ശേഷം ഇവിടെ നിന്ന് ഇങ്ങനെ മാർക്ക് ചെയ്ത് ഇങ്ങനെ ഈ 3 ഇഞ്ചിലേക്ക് നമ്മൾ ഷേപ്പ് ചെയ്ത് മാർക്ക് ചെയ്യാണ്. കുറച്ച് 1 ഇഞ്ച് വരെ നമ്മളിങ്ങനെ കുഴിയാതെ മാർക്ക് ചെയ്തതിന് ശേഷം താഴത്തോട്ട് കൈ ഇങ്ങനെ കുഴിച്ച് മാർക്ക് ചെയ്തു. കൈ വെട്ടുന്നതിന് മുമ്പ് അടിയിലിങ്ങനെ നെറ്റി ബിറ്റായതുകൊണ്ട് മടങ്ങിയിരിക്കണ്ടോ എന്നൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം കൈ വെട്ടിയെടുക്കാനായിട്ട്. നമുക്കിനി 2 പീസും കൂടി താഴത്തേക്ക് വേണം. അപ്പോൾ ഇതിൽ നിന്ന് 2 പീസ് എടുക്കാം. നമുക്ക് കൈക്ക് നീളം കൂട്ടണമെങ്കിൽ ഇങ്ങനെ 2 പീസ് കറക്റ്റായിട്ട് മടക്കിയിടുക. ഇങ്ങനെ മടക്കിയിട്ടതിന് ശേഷം കൈ നീളം നമുക്കൊരു 13.5 കിട്ടേണ്ടത്. 1 ഇഞ്ച് ഇവിടെ മടക്കി അടിക്കണം. ഈ തേര് മടക്കി അടിക്കാനായിട്ട് 13.5 കിട്ടാകുമ്പോഴത്തേന് നമ്മൾ ആവശ്യത്തിന് വെട്ടിയെടുക്കുക. നമുക്ക് എന്തോരം വേണമെന്ന് വെച്ചാൽ. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള കൈ നമുക്ക് ഈ പീസിൽ നിന്ന് കിട്ടും. ഇവിടെ ഒന്ന് ജോയിൻ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അതിനുശേഷം കഴുത്ത് അടിച്ച് മറയ്ക്കാനുള്ള പീസുകളൊക്കെ ഇതിനകത്തുണ്ട്. നമുക്കിനി കയ്യിലേക്ക് പോകാം. നമ്മൾ കഴുത്തിൻ്റെ അകലം ഒരു 2.25 മാർക്ക് ചെയ്യാണ്. 2.25. ഇറക്കം ഒരു 5 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. യൂനെക്കാണ് മാർക്ക് ചെയ്തെടുത്തത്. അപ്പോൾ ഇത് ഫ്രണ്ട് വശമാണ്. ബാക്കിന് നമുക്ക് ഇത്ര ഇറക്കം വേണ്ട, ഒരു 4 ഇഞ്ചൊക്കെ മതിയാവും. അപ്പോൾ നമ്മളിത് സെപ്പറേറ്റ് ആക്കിയിട്ട് വേണം. ആദ്യം ബാക്ക് നെക്കാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ബാക്കിലൊരു 4 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. നാലഞ്ച് മാർക്കിയതിന് ശേഷം നമുക്ക് ആദ്യം ബാക്ക് നെക്ക് കട്ട് ചെയ്തിട്ട് ഒരു പീസ് മാറ്റി വെക്കണം. മാറ്റി വെച്ചതിന് ശേഷം വേണം ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട്. നമ്മൾ സ്റ്റിഫ് വെച്ചല്ല ബാക്കിൽ നെക്ക് മാറ്റി വെച്ചതിന് ശേഷം ഫ്രണ്ട് നെക്ക് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്തെടുത്തു. ഇതിൽ നിന്നൊരു പീസ് നെക്കിൽ വയ്ക്കാനായിട്ട് കട്ട് ചെയ്തെടുക്കണം. അതിനു വേണ്ടി നമ്മൾ ഈ മുറിച്ച പീസ് ഇങ്ങനെ വയ്ക്കുക. നമുക്ക് 2.25 വേണ്ടത്. ഇതിങ്ങനെ വയ്ക്കുക. അതിന് ശേഷം
ഇങ്ങനെ ഒരു പീസ് നമ്മൾ കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തിട്ട് നമ്മളിതിൽ വെച്ച് അടിക്കുകയാണ്. അതുപോലെ തന്നെ ബാക്ക് നെക്കും സ്റ്റിഫ് വയ്ക്കാതെ ഇങ്ങനെയാണ് നമ്മൾ കട്ട് ചെയ്ത് നെക്ക് അടിക്കുന്നത് കേട്ടോ. ഇതേപോലെ വയ്ക്കാം. ഇതിങ്ങനെ വച്ചില്ലെങ്കിൽ നമ്മൾ ക്രോസ് പീസ് വെച്ചിട്ട് ഇങ്ങനെ അല്ലാതെ ക്രോസ് പീസ് വെച്ചും നമുക്ക് കഴുത്ത് മറിച്ചടിക്കാം. ഇതിപ്പോൾ ഇങ്ങനെ വെച്ച് മറിച്ചടിച്ച് കാണിച്ചു തരാം. നമ്മൾ ആദ്യം കൈയാണ് അടിച്ച്, നമ്മുടെ ലെങ്ത്ത് കൂടുതൽ വേണമല്ലോ, അപ്പോൾ നമ്മളിങ്ങനെ വെച്ച് അടിച്ചെടുക്കുകയാണ്. നമ്മളിതുപോലെ കൈ ഇങ്ങനെ അടിച്ച് അത് നീളം കൂട്ടിയിട്ടുണ്ട്, 2 അടിപ്പടിക്കണം. അവിടെ നീളം കൂട്ടിയിട്ടുണ്ട്. അതിന് ശേഷം കൈയുടെ താഴെ ഇങ്ങനെ മടക്കി അടിക്കാം. തേരുവശം അങ്ങനെ കാണുന്നതൊക്കെ നല്ലത് നമ്മളിങ്ങനെ മടക്കി അടിപ്പ് അടിക്കുന്നതാണ്. കാര്യം തേരുണ്ട് പോകില്ലെങ്കിലും നല്ല വൃത്തിയായിട്ട് തേങ്ങ ഒരടിപ്പടിച്ച് കൊടുക്കണം. അങ്ങനെ 2 കൈ ഇങ്ങനെ അടിച്ചെടുക്കണം. വേണ്ട, അപ്പം നമ്മൾ കൈ ഇങ്ങനെ അടിച്ചു. ഇതിൻ്റെ 2 സൈഡും ഇവിടെ മടക്കി അടിച്ചതിന് ശേഷം ഈ തുമ്പത്തേക്കൂടെ ഒരടിപ്പ് നമ്മൾ അടിച്ചു കൊടുക്കണം, ഫിനിഷിംഗ് ആയിട്ടിരിക്കാനാണ്. പിന്നെ നമ്മളിവിടെ അടിച്ച് പിടിപ്പിച്ച ആ പീസിൻ്റെ മേടിക്കടയും ഒന്ന് പതിച്ചടിച്ച് കൊടുക്കണം. ഇങ്ങനെ പൊങ്ങിയിരിക്കാതെ, കഴുകുമ്പോൾ അല്ലെങ്കിൽ പൊങ്ങിയിരിക്കും, അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കഴുത്തടിക്കാം. നമ്മൾ ഫ്രണ്ട് കഴുത്തടിക്കാനായിട്ട് കഴുത്ത് ഇങ്ങനെ നല്ല വശവും അതായത് നമ്മളൊരു പീസ് എടുത്തിട്ടുണ്ട്, അതിൻ്റെ നല്ല വശവും ഇതിൻ്റെ നല്ല വശവും കൂടി ഒരുമിച്ചിട്ടതിന് ശേഷം, ക്ലോത്തിൻ്റെ നല്ല വശം ഒരുമിച്ചിട്ടതിന് ശേഷം 4 ഇഞ്ച് വീതിയിൽ അടിച്ച് മറിച്ചെടുക്കുകയാണ്. തൊട്ട് വലിച്ചു പിടിക്കാതെ വേണം ഇങ്ങനെ അടിക്കാൻ. കാലിഞ്ച് രീതിയിൽ അടിച്ചെടുത്തു. അടിച്ചതിന് ശേഷം ഇത് ബാക്കോട്ട് ഇട്ടിട്ട് ഇത് അകത്തോട്ട് പോകേണ്ടതാണ്. അപ്പോൾ അതൊന്ന് പ്രസ് അടിച്ചെടുക്കണം. അങ്ങനെ വെച്ച് അതിനുശേഷം ഇത് നല്ലപോലെ തിരിച്ചിട്ട് ഒന്ന് പതിച്ചടിക്കണം.
കഴുത്ത് ഇങ്ങനെ തിരിച്ചിട്ട് അടിക്കുക. അപ്പം നമ്മൾ സ്റ്റിഫില്ലാതെ അടിക്കുമ്പോൾ ഇങ്ങനെയാണ് അടിച്ചെടുക്കേണ്ടത്. മടങ്ങി ഒരു കോഴിപ്പോകാൻ ഭയങ്കര ശബ്ദം ഉണ്ടാക്കേണ്ടത്, ആരും കാര്യമാക്കണ്ട, അപ്പുറത്തെ വീട്ടിലാണ്. ഇതിനി നമ്മളിങ്ങനെ തേച്ചെടുക്കുമ്പോൾ കറക്റ്റ് ഫിനിഷിങ്ങിൽ തന്നെ വന്നോളൂ. ഗ്യൂക്കെടുത്ത് അടിയിൽ മടക്കി ഇങ്ങനെ അടിക്കണം. നമ്മളിപ്പോൾ കഴുത്തൊക്കെ അടിച്ച് പിടിപ്പിച്ചതിന് ശേഷം ഷോൾഡർ കൂട്ടിയടിക്കുകയാണ്. ഷോൾഡർ രണ്ടും ജോയിൻ ചെയ്തടിക്കുകയാണ്. ആ റേഞ്ച് നമ്മൾ ഷോൾഡർ അടിക്കാനായിട്ട് വിട്ടിട്ടുണ്ട്. ആ റേഞ്ച് രണ്ടടിപ്പ് ഷോൾഡറിന് കൊടുക്കണം. രണ്ട് സൈഡിലെ ഷോൾഡർ അടിച്ച് നമുക്ക് കഴുത്തടിച്ച് മറിച്ച് തേച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കൈ ജോയിൻ ചെയ്യാം. കൈ നമുക്ക് അടിക്കാൻ എളുപ്പത്തിന് കൈയുടെ നടുക്ക് നമ്മളിവിടെ ഒരു നോച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് നടുഭാഗമാണ്. അതിനുശേഷം നല്ല വശവും ഈ തുണിയുടെ നല്ല വശവും ചേർത്ത് പിടിച്ചതിന് ശേഷം നമ്മളിവിടെ ഇങ്ങനെ ആ നോച്ചിങ് ഏരിയ നമ്മുടെ ഇവിടെ അടിച്ചതിൻ്റെ നടുക്കായിട്ട് വെച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ എത്രയാണോ 1/4 ഇഞ്ചാണെങ്കിൽ 1/4 ഇഞ്ച്, 1/2 ഇഞ്ചാണെങ്കിൽ 1/2 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് അടിച്ചെടുക്കുക. തിരിച്ചിവിടെ നിന്ന് ഇവിടെ കുത്തി നിർത്തിയതിന് ശേഷം തിരിച്ച് ഇതേപോലെ ഒരടിപ്പും കൂടി അടിക്കും. ഇതേ മെത്തേഡിൽ തന്നെ നമ്മൾ രണ്ടടിപ്പ് അടിച്ചിട്ടുണ്ട്, തിരിച്ചിങ്ങനെ അടിച്ചു, രണ്ടടിപ്പ് കൈ അടിച്ചിട്ടുണ്ട്. ഇതേ മെത്തേഡിൽ തന്നെ നമുക്ക് അടുത്ത കൈ അടിച്ചെടുക്കാം. നമ്മൾ താഴത്തേക്ക് ആദ്യം 4 പീസ് മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ജോയിൻ ചെയ്തെടുക്കണം. ആദ്യം 2 പീസ് ജോയിൻ ചെയ്തെടുത്ത് നമ്മൾ ഫ്രണ്ടിലേക്ക് ഫ്രില്ല് വയ്ക്കുക. അത് കഴിഞ്ഞ് ബാക്കിലേക്ക് 2 പീസ് ഇങ്ങനെ ജോയിൻ ചെയ്തെടുക്കണം. എന്നിട്ട് ഫ്രില്ല് അടിച്ചെടുക്കണം. ഇങ്ങനെ ഫ്രില്ല് ഇങ്ങനെ അടിച്ചെടുക്കാം. അതിനുശേഷം നമ്മൾ ഫ്രില്ല് കൊടുക്കണം. ഇങ്ങനെ ഫ്രില്ലിട്ട് കൊടുക്കാം. നമ്മൾ ഒരേ അളവിൽ ഇങ്ങനെ ഫ്രില്ലിട്ട് താഴെ എത്ര അളവുണ്ടെന്ന് ആദ്യം നോക്കണം. അതിനനുസരിച്ച് എത്ര അളവിൽ ഫ്രില്ലിട്ട് കിട്ടണം. ഇങ്ങനെ നോക്കാം. ഇഞ്ച് ഫ്രില്ലിൻ്റെ നീളം വേണം. അപ്പോൾ നമ്മളിങ്ങനെ ഫുള്ളിങ്ങനെ ഫ്രില്ലിട്ട് എടുക്കണം. ഇതുപോലെ ഇങ്ങനെ
എന്തെങ്കിലും പേനയുടേതോ അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ച് ഇങ്ങനെ ഫ്രില്ലിട്ടെടുത്താൽ മതി. ഞാൻ കൈ തന്നെ വെച്ചിട്ടാണ് എനിക്ക് ഇച്ചിരി എളുപ്പം. ഇങ്ങനെ ഫ്രില്ലിട്ടെടുക്കാം. ഇങ്ങനെ എനിക്ക് വേഗം ഇടാൻ പറ്റുന്നുണ്ട്. അത് ഓരോരുത്തരുടെ സൗകര്യാർത്ഥം ഇങ്ങനെ ഫ്രില്ലിട്ട് മൊത്തത്തിൽ ഫ്രില്ലിട്ടെടുക്കണം. അതിന് ശേഷം കാണാം. നമ്മളിങ്ങനെ ഫ്രില്ലിട്ട് കൊടുത്തു. ഇങ്ങനെ കൈ വെച്ച് ഇങ്ങനെ ഫുള്ളിട്ട് കൊടുത്തു. ഇനി നമുക്കിതിങ്ങനെ വെച്ച് ഇവിടെ അടിച്ചെടുക്കാം. വെച്ചിടുന്ന് ഇങ്ങനെ അടിച്ചു പോവാണ്. ഇങ്ങനെ ഫ്രില്ലിട്ടെടുത്ത് ഇങ്ങനെ വെച്ച് നമ്മൾ ഈ അടുപ്പിൻ്റെ നേരെ ഇങ്ങനെ വെച്ച് അടിച്ചു പോകണം. ഈ പീസിൻ്റെ നല്ല വശം ഇങ്ങനെ ചേർത്ത് വെച്ച് നമ്മളിങ്ങനെ വേണം അടിക്കാൻ. പിന്നെ ഇങ്ങനെ വെച്ച് ഇങ്ങനെ അടിക്കാം. ഇങ്ങനെ അടിച്ചിങ്ങനെ ഫുള്ളിങ്ങനെ അടിച്ചു കൊണ്ടുവരണേ. അപ്പം നമ്മളിങ്ങനെ ഫ്രില്ല് രണ്ട് സൈഡിലും അടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അടിച്ചു കഴിഞ്ഞാൽ ഒരുപാട് നേരം വീഡിയോ ലെങ്ത് ആവാതിരിക്കാനാണ് ഒരുപാട് കാണിക്കാതിരുന്നത്. ഫ്രില്ലടിച്ചു, പിന്നെ അടി ഇങ്ങനെ മടക്കി അടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡ് ജോയിൻ ചെയ്യാം. ഞാനൊരു വള്ളിയും കൂടി അടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ, ബാക്കിൽ കെട്ടാനായിട്ട്. ഉടുപ്പ് പോലെ ഇടാനുള്ളതായതുകൊണ്ട് വള്ളി അടിച്ചിട്ടുണ്ട്. നമുക്കങ്ങനെ കറക്റ്റായിട്ട് അളവുകളൊക്കെ മാർക്ക് ചെയ്ത് വച്ചിട്ടുണ്ട് ഇവിടെ. ഈ സൈഡ് കൂട്ടിയാൽ മതി. നമുക്ക് 5 ഇഞ്ചാണ് താഴെ വേണ്ടത്. നമ്മളിതിനെ ഇവിടെ വള്ളി കെട്ടാനായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഷേപ്പ് ലെങ്ത്ത് 13 അടയാളപ്പെടുത്തിയത്. ഒരു 12.5 ഭാഗത്തൊക്കെ ആയിട്ട് ഈ ഷേപ്പ് ലെങ്ത്ത് അടയാളപ്പെടുത്തിയതിന് തൊട്ട് മുകളിലായിട്ടാണ് വഴി വെച്ച് അടിച്ചു കൊടുക്കുന്നത്. നമ്മളിപ്പുറത്തെ സൈഡും ഫുള്ള് അടിക്കുന്ന കാണിക്കാത്ത വീഡിയോ ഒരുപാട് ലെങ്തായി പോകും.